പ്രിയപ്പെട്ട കൂട്ടുകാരെ, പരിശുദ്ധാത്മാവിന്റെ പന്തക്കുസ്ത തിരുനാളിനായിട്ട് നമ്മൾ ഒരുങ്ങുകയാണത്. അപ്പോൾ പരിശുദ്ധാത്മാവ് എൻ്റെ ജീവിതത്തിൽ ഇടപെട്ട രണ്ട് പ്രാർത്ഥനകളാണ് ഞാൻ ഇന്ന് നിങ്ങളായിട്ട് പങ്കുവെക്കുന്നത്. കുഞ്ഞു ടിപ്സ് ആയിട്ട് വേണം നമുക്ക് പറയാം. ഒന്ന്, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായം 8-ാം വാക്യമാണ്. അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായം 8-ാം വാക്യം. എന്നാൽ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ദൈവം നമ്മളോട് പറയുന്ന ഒരു വാഗ്ദാനമാണ് പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നുള്ളത്. നമ്മുടെ മേഖലകളിൽ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എവിടെയെല്ലാം കുറവുകളുണ്ടോ ആ കുറവുകളിലെല്ലാം പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞ് നമ്മളെ സഹായിക്കാനായിട്ട് ഈ വചനം നമുക്ക് ഉപയോഗിക്കാതെ നമുക്ക് ആദ്യത്തെ ഒരു പോർഷനിൽ, അതായത് എനിക്ക് എന്തെല്ലാം കുറവുകളുണ്ടോ അതെല്ലാം നമ്മൾ ഫില്ല് ചെയ്യുക. എന്നിട്ട് ഇപ്പൊ തമ്പുരാൻ നമ്മളോട് പറയണം, എന്നാൽ നിനക്ക് ഇതൊക്കെ കുറവുകളുണ്ടാവും, എന്നാൽ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ഞാൻ ശക്തി പ്രാപിക്കും. അങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാവേ. അതുപോലെ തന്നെ 10ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുമ്പം എന്നെ പഠിപ്പിച്ചൊരു സിസ്റ്റർ അഡ്രിയ എന്നെ പഠിപ്പിച്ചൊരു പ്രാർത്ഥനയാണ്. അതായത് നമ്മുടെ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളുണ്ടല്ലോ, 7 ദാനങ്ങൾ: ജ്ഞാനം, ബുദ്ധി, ആലോചന, ആത്മശക്തി, അറിവ്, ഭക്തി, ദൈവഭയം, വിശ്വാസം, ശരണം, സ്നേഹം എന്ന 3 പുണ്യങ്ങൾ. അങ്ങനെ ടോട്ടലി 10 നമ്പേഴ്സ് വരെ. അപ്പൊ ഈ പുണ്യങ്ങളും ഈ ദാനങ്ങളും നമ്മൾ നിറയാനായിട്ട് നമുക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം. ഇങ്ങനെയാണ് സിസ്റ്റർ പഠിപ്പിച്ചെന്ന പ്രാർത്ഥന: ജ്ഞാനത്തിന്റെ ഉറവിടമായ പരിശുദ്ധാത്മാവേ, അങ്ങേ മക്കളായ ഞങ്ങൾക്ക് ജ്ഞാനം എന്ന ദിവ്യദാനം തന്നിരണമേ. എന്നിട്ടൊരു നന്മ നിറഞ്ഞ മറിയമേ ചെല്ലാം. വീണ്ടും, ബുദ്ധിയുടെ ഉറവിടമായ പരിശുദ്ധാത്മാവേ, അങ്ങേ മക്കളായ ഞങ്ങൾക്ക് ബുദ്ധി എന്ന ദിവ്യദാനം തന്നിരണമേ. ഒരു നന്മ നിറഞ്ഞ മറിയമേ ചെല്ലാം. അങ്ങനെ 7 ദാനങ്ങളും പിന്നെ നമ്മുടെ 3 പുണ്യങ്ങളും: വിശ്വാസം, ശരണം, സ്നേഹം. അപ്പോൾ ഈ ഓരോന്ന് പ്രാർത്ഥിച്ചിട്ട് അതിനൊപ്പം ഒരു നന്മ നിറഞ്ഞ മറിയമേ ചെല്ലാം. പരിശുദ്ധ അമ്മ എവിടെയുണ്ടോ അവിടെ എല്ലാം പരിശുദ്ധാത്മാവുണ്ട്. പരിശുദ്ധ അമ്മ ആണ് സ്ലീഹന്മാരെ ഒരുമിച്ച് കൂട്ടി പന്തക്കുസ്തയ്ക്കായിട്ട് ഒരുക്കിയത്. അമ്മ നമ്മളെയും സഹായിക്കും ഉറപ്പായിട്ടും. അപ്പം വചനത്തെ മാംസം ധരിച്ച അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിലേക്ക് നിറയ്ക്കണേ നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഈ പുണ്യങ്ങള് നമുക്ക് ബൈഹാർട്ട് അറിയത്തില്ലെങ്കിൽ, പുണ്യങ്ങളും അതുപോലെ ദാനങ്ങളും ബൈഹാർട്ട് അറിയത്തില്ലെങ്കിൽ ആദ്യം നമുക്ക് അത് പഠിക്കാതെ എവിടെയെങ്കിലുമൊക്കെ എഴുതി വെക്കാം. നമുക്ക് വിസിബിൾ ആയിട്ട് എല്ലാ ദിവസവും നമ്മൾ കാണുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒന്ന് എഴുതി വെക്കുക. ഈ 7 ദാനങ്ങളും പിന്നെ പുണ്യങ്ങളും: ജ്ഞാനം, ബുദ്ധി, ആലോചന, ആത്മശക്തി, അറിവ്, ഭക്തി, ദൈവഭയം. പിന്നെ 3 പുണ്യങ്ങൾ: വിശ്വാസം, ശരണം, സ്നേഹം. അപ്പൊ ഒന്ന് നമ്മുടെ സ്റ്റഡി ടേബിളിൽ, അല്ലെങ്കിൽ അടുക്കളയിൽ, അല്ലെങ്കിൽ ഡൈനിങ് ഹാളിൽ, എവിടെയെങ്കിലും നമ്മൾ സ്ഥിരം എല്ലാ ദിവസവും നമ്മൾ കണ്ണെത്തുന്ന ഡോറിന്റെ പുറകിൽ എവിടെയെങ്കിലും ഒന്ന് എഴുതി സ്റ്റിക്ക് ചെയ്താൽ കുറച്ച് നാളുകൊണ്ട് തന്നെ നമ്മൾ ഉറപ്പായിട്ടും പഠിക്കും. ഈ പന്തക്കുസ്തയ്ക്ക് മുന്നേ നമുക്ക് പഠിക്കാനായിട്ട് ശ്രമിക്കാം. എന്നിട്ട് ഈ ദാനങ്ങളും ഈ പുണ്യങ്ങളും നമ്മിൽ നിറയാനായിട്ട് നമുക്ക് അമ്മയോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ വരണമേ. അവിടുത്തെ ഇഷ്ടദാസിയായ പരിശുദ്ധമായ ഹൃദയത്തിന് ശക്തമായ മധ്യസ്ഥൽ എഴുന്നള്ളി വരണമേ.